ഈ ലോകത്ത് മതം പൂർണ്ണമായി നിരോധിച്ച ഒരു രാജ്യമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ദൈവത്തെ ഒന്ന് വിളിച്ചാൽ മരണം വരെ സംഭവിക്കാവുന്ന ശിക്ഷകൾ ഉണ്ടായിരുന്നു. പ്രാർത്ഥനാലയങ്ങൾ ഒന്നടങ്കം തകർക്കപ്പെടുകയോ കോഴിക്കൂടുകളോ അല്ലെങ്കിൽ കളപ്പുരകളോ ആക്കി മാറ്റപ്പെടുകയോ ചെയ്ത ഒരിടം. പറഞ്ഞു വരുന്നത് അൽബേനിയ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ പറ്റിയാണ്. യൂറോപ്പിലെ തന്നെ മനോഹരമായ അൽബേനിയ എന്ന രാജ്യം ഒരു കാലത്ത് ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക നിരീശ്വരവാദ രാജ്യമായിരുന്നു. രാജ്യത്ത് ഭൂരിഭാഗം ആളുകളും ഇസ്ലാം മത വിശ്വാസികളൊക്കെ ആയിരുന്നു. ഒരു വലിയ വിഭാഗം ആളുകൾ ഓർത്തഡോക്സ്, കാത്തോലിക്കൻ, ക്രിസ്ത്യൻ വിശ്വാസികളും അവിടെ ഉണ്ടായിരുന്നു. വിവിധ മതങ്ങൾ വളരെ സമാധാനത്തോടെ ജീവിച്ചിരുന്ന ഒരു രാജ്യമായിരുന്നു. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഈ കൊച്ചു രാജ്യത്തെ ഫാസിസ്റ്റ് ഇറ്റലിയും നാസി ജർമ്മനിയും കൂടി ആക്രമിച്ച് കീഴ്പ്പെടുത്തി. ഈ വിദേശ അധിനിവേശങ്ങൾക്കെതിരെ രാജ്യത്ത് വളരെ ശക്തമായ പ്രതിരോധങ്ങളൊക്കെ ഉയർന്നു വന്നു. ഈ പ്രതിരോധത്തിന് നേതൃത്വം നൽകിയത് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. യുദ്ധത്തിനൊടുവിൽ 1944 അൽബേനിയ സ്വതന്ത്രമാവുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലവനായിട്ടുള്ള എൻവർ ഹോജ രാജ്യത്തിൻ്റെ ഭരണാധികാരിയായി അധികാരമേൽക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയുണ്ടായി. തുടക്കത്തിൽ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ച ഹോജ സാവധാനം ഒരു ക്രൂരനായ സ്വേച്ഛാധിപതിയായി മാറുന്ന കാഴ്ചയുണ്ടായി. മതം രാജ്യത്തിൻ്റെ പുരോഗതിക്ക് തടസ്സമാണെന്നും മതവിശ്വാസങ്ങൾ ജനങ്ങളെ വിഭജിക്കുന്നുവെന്നും വിദേശ രാജ്യങ്ങൾ അൽബേനിയെ നിയന്ത്രിക്കാൻ മതത്തെ ഒരു ആയുധമാക്കുന്നുവെന്നും അദ്ദേഹം വലിയ രീതിയിൽ ഭയപ്പെട്ടു. ഫലമായി 1967 ഭരണഘടന ഭേദഗതി ചെയ്ത് രാജ്യത്ത് എല്ലാത്തരം മതപരമായിട്ടുള്ള ആചാരങ്ങളും പ്രാർത്ഥനകളും അദ്ദേഹം പൂർണ്ണമായി നിരോധിച്ചു. ഇത് കേവലം ഒരു പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല. അതിക്രൂരമായ നടപടികളാണ് പിന്നീട് രാജ്യം കണ്ടത്. രാജ്യത്തെ 2000-ലധികം പള്ളികളും മോസ്കുകളും ഒന്നുകിൽ തകർക്കപ്പെടുകയോ അല്ലെങ്കിൽ കോഴിക്കൂടുകളോ കളിസ്ഥലങ്ങളോ ഒക്കെ മാറ്റപ്പെടുകയോ ചെയ്തു. ബൈബിളും ഖുറാനും കൈവശം വെച്ചാൽ കടുത്ത ശിക്ഷാ നടപടികൾ. താടി വളർത്തുന്നതും മതപരമായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നതും വിലക്കി. കുഞ്ഞുങ്ങൾക്ക് മതപരമായിട്ടുള്ള പേരിടാൻ പോലും അനുവാദമില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു നിയമം ലംഘിക്കപ്പെടുന്നവർക്ക് കാത്തിരിക്കുന്നതോ വളരെ ക്രൂരമായ ശിക്ഷാരീതികളും. എന്നാൽ ജനങ്ങൾ തോക്കിൻ മുനയിലും അവരുടെ വിശ്വാസം കൈവിട്ടില്ല. അവർ വീടിൻ്റെ ഭൂഗർഭ അറകളിലൊക്കെ ഒളിച്ചിരുന്ന് വളരെ രഹസ്യമായി പ്രാർത്ഥിച്ചു. സ്കൂളിൽ അധ്യാപകരോട് പറഞ്ഞു കൊടുക്കാതിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സ്വന്തം കുഞ്ഞുങ്ങളിൽ നിന്ന് പോലും മാതാപിതാക്കൾ തങ്ങളുടെ പ്രാർത്ഥനകൾ ഒളിപ്പിച്ചു വെച്ചു. നീണ്ട 40 വർഷത്തെ ഭരണത്തിന് ശേഷം 1985 എൻവർ ഹോജ മരിച്ചു. അതോടെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിൻ്റെ ഒരു പതനം അവിടെ തുടങ്ങി. 1989 കിഴക്കൻ യൂറോപ്പിൽ കമ്മ്യൂണിസം തകർന്നഴിഞ്ഞതോടെ അൽബേനിയയിലും മാറ്റത്തിൻ്റെ കാറ്റ് വീശി. ഒടുവിൽ 1990 ഈ നിയമം ഇല്ലാതെയാകുന്നു. വർഷങ്ങളായി പൂട്ടിയിട്ടിരുന്ന മോസ്കുകളും ചർച്ചുകളും ജനങ്ങൾ കണ്ണീരോടെ തുറക്കുന്നു. പ്രാർത്ഥനകൾ വീണ്ടും അൽബേനിയയിൽ മുഴങ്ങാൻ തുടങ്ങി. ഇന്ന് അൽബേനിയയിൽ പൂർണ്ണ മതസ്വാതന്ത്ര്യമുണ്ട്. അതിശയിപ്പിക്കുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ